സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണക്കുന്നു. സാർ, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുമ്പോഴും സ്വന്തം വഴിയിലൂടെ കേരളം മുന്നേറുമെന്നതിനുള്ള നേർസാക്ഷ്യമാണ് ഈ സംസ്ഥാന ബഡ്ജറ്റ്. സാർ, ഈ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി ഉറപ്പുവരുത്തുന്നത് എല്ലാവർക്കും മികച്ച ജീവിത സാഹചര്യം, സാധാരണക്കാരായ മനുഷ്യരുടെ ദുരിതമകറ്റൽ, ഇങ്ങനെ തുടങ്ങി 3.5 കോടി മലയാളികളിൽ 1 കോടി മലയാളികൾ, അതിൽ 62 ലക്ഷം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പെൻഷൻ തുക നേരത്തെ 600 രൂപയിൽ നിന്ന് ഇപ്പോൾ 2000 ആകുന്ന സാഹചര്യമുണ്ടായി. സാർ, ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ നാട്ടിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഈ ക്ഷേമ പെൻഷൻ പാവപ്പെട്ട അമ്മമാർ വാങ്ങുമ്പോഴാണ്. സാർ, തുടർന്നുള്ള ദിവസങ്ങളിലാണ് അവർ BP ക്കുള്ള മരുന്നും ശ്വാസമുട്ടുള്ള മരുന്നൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ വാങ്ങുന്ന, അവരെയെല്ലാം കരുതുന്ന രൂപത്തിലേക്കുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. സാർ, ഇപ്പോൾ കേരളത്തിലെ മലയാളികൾക്ക് 58 വയസ്സ് അല്ലെങ്കിൽ 57 വയസ്സ് കഴിഞ്ഞ മലയാളി ആകെ എങ്ങനെയെങ്കിലും 60 വയസ്സാകട്ടെ എന്നുള്ള. സാർ, 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിനകത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാരിൻ്റെ ക്ഷേമ സഹായത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം സാർ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നത് ചെറിയ കാര്യമല്ല. സാർ, എല്ലാ വിഭാഗം ജനങ്ങളെയും, ആശാവർക്കർമാരായാലും അങ്കണവാടി, പ്രീ പ്രൈമറി തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളെയും പരിരക്ഷിക്കുന്ന, അവരുടെ വേതനം ഉയർത്തുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും ജനപ്രിയമായ ബഡ്ജറ്റായി ഈ ബഡ്ജറ്റ് മാറി. സാർ, ബിരുദ പഠനം സൗജന്യമാക്കുന്ന നടപടികൾ ഉൾപ്പെടെ ഉണ്ടായത് ഏറ്റവും പ്രതീക്ഷയോടുകൂടിയാണ് കണ്ടത്. സാർ, ബഡ്ജറ്റിൻ്റെ ഭാഗമായി 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ. ഒന്ന്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈപ്പൻറ്റും ലംസം ഗ്രാൻറ്റും കാലോചിതമായി വർദ്ധിപ്പിക്കാനാവശ്യമായ തീരുമാനം ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഉണ്ടാകണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ SC പ്രൊമോട്ടർമാർ കാലങ്ങളായി അവരനുഭവിക്കുന്ന ഒരു പ്രശ്നം കാലോചിതമായ വേതന വർധനവാണ്. ആ അർത്ഥത്തിൽ അവർക്ക് മാസം അനുവദിക്കുന്ന വേതനത്തിൽ കാലോചിതമായ വർധനവ് ഉൾപ്പെടെ ഉണ്ടാകണം. സാർ, പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അതിലെ SC പ്ലാനിൽ നിന്നുള്ള ഫണ്ട് വിനിയോഗം നോൺ പ്ലാനിലേക്ക് മാറ്റാനാവശ്യമായ തീരുമാനം, അതിൻ്റെ സാങ്കേതികമായ വശങ്ങൾ ഉൾപ്പെടെ കൂടി പരിഹരിച്ചുണ്ടായാൽ തീർച്ചയായും ആ പൈസ ഉൾപ്പെടെ കേരളത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് അനുവദിക്കാനാവശ്യമായ സാഹചര്യം ഉണ്ടാകുമെന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാർ, കേന്ദ്ര ബഡ്ജറ്റ് ഈ അവസരത്തിൽ കടലോളം പ്രതീക്ഷിച്ച കേരളത്തിന് കിട്ടിയത് സാർ കടലാമ മാത്രമാണ്. ഇപ്പോൾ സാർ, ഉത്തരേന്ത്യയിൽ പശുക്കൾക്കും കേരളത്തിൽ കടലാമക്കും മാത്രമാണ് രക്ഷ എന്ന നിലയിലാക്കാൻ സാർ കേന്ദ്ര ബഡ്ജറ്റ് വന്നതോടുകൂടി രാജ്യത്താകമാനം ഉണ്ടാകും. സാർ, ഇപ്പോൾ കടലോര പ്രദേശത്തെ ധാതുക്കൾ അടിച്ചുമാറ്റി കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു പ്രത്യേകമായ പദ്ധതിയാണ് ധാതു ഇടനാഴിയുടെ പ്രഖ്യാപനമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സാർ, പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാലക്കാട് ജില്ല കേരളത്തിൻ്റെ നെല്ലറയാണ്. സാർ, ആ നെല്ലറയാക്കിയ പാലക്കാട് ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന നെൽകർഷകർക്ക് സഹായഹസ്തമേകാൻ 30 രൂപ നെല്ലിൻ്റെ സംഭരണ വില ഉയർത്തി നേരത്തെ 3 മാസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കഴിഞ്ഞ 3-4 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കുകൾ വഴി കർഷകരുടെ തുക അനുവദിക്കുന്നതിനുള്ള വലിയ കാലതാമസം ഉൾപ്പെടെ പരിഹരിക്കാൻ വേണ്ടി സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരണം നടപ്പിലാക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കർമ്മസേന കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോകും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈലറ്റ് പദ്ധതി ആദ്യഘട്ടത്തിൽ തുടക്കം കുറിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. എന്നാൽ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ ഇത് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് 2026 ഡിസംബറിൽ പൂർത്തീകരിക്കാനാണ് തീരുമാനം. അതുപോരാ. കാരണം ഈ ഫെബ്രുവരി മാസത്തിൽ തന്നെ എൻ്റെ മണ്ഡലമായ തരൂരിലെ കണ്ണമ്പ്ര പഞ്ചായത്തായാലും തൊട്ടടുത്തുള്ള ആലത്തൂർ മണ്ഡലമായാലും ഇത്തരം പഞ്ചായത്തുകളിലെ 100 കണക്കിന് വരുന്ന കർഷകരുടെ 2ാം വിള കൊയ്ത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഡിസംബറിലേക്ക് കാത്തു നിൽക്കാതെ ഈ മാസം ഫെബ്രുവരി തന്നെ അതിൻ്റെ നടപടികൾ ആരംഭിച്ച ഈ സീസണിൽ തന്നെ ഈ പദ്ധതി, പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സംഭരണം സഹകരണ സംഘങ്ങൾ വഴി നടപ്പിലാക്കാനാവശ്യമായ പദ്ധതി ഉൾപ്പെടെ നടപ്പിലാക്കാനാവശ്യമായ തീരുമാനം അടിയന്തരമായി ഈ ഗവൺമെൻറ് എടുക്കണമെന്നതാണ് ഇത്തരമൊരു ബഡ്ജറ്റിൻ്റെ ഭാഗമായി പറയാനുള്ളത്. സാർ, കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായി പൊതുവിൽ കേരളത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു. ആ മാറ്റങ്ങളോടൊപ്പം നിന്ന ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് സാർ തരൂർ മണ്ഡലം. കഴിഞ്ഞ 10 വർഷം പൊതുവിലും കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ചും വലിയ വികസനം നടന്ന ഒരു മണ്ഡലമാണ് തരൂർ. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വപ്ന പദ്ധതിയായ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ 2ാം ഘട്ടം എൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടെ ആരംഭിച്ചു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം വരുന്നത് എൻ്റെ മണ്ഡലത്തിലെ കണ്ണമ്പ്രയിലാണ്, മറ്റൊരു ഭാഗം വരുന്നത് മലമ്പുഴയിലാണ്. സാർ, കണ്ണമ്പ്രയിൽ ഏതാണ്ട് 313 ഏക്കർ ഭൂമി 2 വർഷം മുമ്പ് തന്നെ ഏറ്റെടുത്തു. ഇപ്പോൾ അതിൻ്റെ 2ാം ഘട്ടം എന്ന രൂപത്തിൽ 1100 കോടി രൂപയുടെ
ആ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാം ഘട്ട പ്രവർത്തനം 1100 കോടി രൂപക്ക് ഭോപ്പാൽ ആസ്ഥാനമായ കമ്പനി ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നു. 3 വർഷത്തിനുള്ളിൽ വലിയ മാറ്റം വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ വരാൻ വേണ്ടി പോകുന്നു. തീർച്ചയായും എൻ്റെ മണ്ഡലത്തിൽ ഫുഡ്, അതോടൊപ്പം തന്നെ നോൺ മെറ്റലിങ്, റബ്ബർ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ സംരംഭങ്ങൾ ഇവിടെ വരാൻ വേണ്ടി പോകുന്നു. അറ്റ് എ ടൈം ഒരു 7000 മുതൽ 10000 ആളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും ജോലി ലഭിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്ന് എൻ്റെ മണ്ഡലത്തിൻ്റെ കണ്ണമ്പ്ര പഞ്ചായത്തിൽ അതിവേഗത്തിൽ അതിൻ്റെ പണികൾ നടന്നു എന്ന ഏറ്റവും സന്തോഷ വിവരം കൂടി ഈ ബഡ്ജറ്റിൻ്റെ ചർച്ചയുടെ ഭാഗമായി ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കും. സാർ, 10ഓളം സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ള മണ്ഡലത്തിൽ ഉയർന്നു വന്നു. സാർ, മണ്ഡലത്തിൽ 12 പാലങ്ങൾ കിഫ്ബിയുടെ ഭാഗമായി, അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൻ്റെ ഭാഗമായി, പ്ലാനിൻ്റെ ഭാഗമായി എല്ലാം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 12 പാലങ്ങൾ, 10 കോടി രൂപയുടെ തെന്നിലാപുരം പാലമായാലും, അരങ്ങാട്ടുകാട് പാലമായാലും, കൊളയക്കാട് പാലമായാലും, മണിയമ്പാറ പാലമായാലും, ഇപ്പോൾ ഈ മാസം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന പത്തനാപുരം പാലമായാലും, കുരുത്തിക്കോട് പാലമായാലും, ഇങ്ങനെ കഴിഞ്ഞ 4-5 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലങ്ങൾ ഉയർന്നു പൊങ്ങിയ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായി തീർച്ചയായും സാർ തരൂർ മണ്ഡലം മാറുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി പുളിനെല്ലിപ്പാലം, കഴിഞ്ഞ ഒരു 50 വർഷത്തെ പഴക്കമുള്ള ആ പുളിനെല്ലിപ്പാലം പുതുക്കി പണിയാൻ ആവശ്യമായ 2 കോടി രൂപ ഉൾപ്പെടെ അനുവദിച്ചതും ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. സാർ, ആയക്കാട് ഗ്രൗണ്ട് മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയങ്ങളും ഗ്രൗണ്ടുകളും ഒക്കെയായി 8 കോടി രൂപയുടെ കോട്ടായിലെ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട്, വൈകുന്നേരങ്ങളിലും രാവിലെയും എല്ലാം 100 കണക്കിന് വരുന്ന കായിക താരങ്ങളും ചെറുപ്പക്കാരും മുതിർന്നവരും എല്ലാം നടക്കുകയും വ്യായാമം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രൗണ്ട്, കോട്ടായിലെ 8 കോടിയുടെ സ്റ്റേഡിയം, കണ്ണമ്പ്രയിലെ 3 കോടിയുടെ സ്റ്റേഡിയം, ഇങ്ങനെ തുടങ്ങി എല്ലാ പഞ്ചായത്തുകളിലും സ്റ്റേഡിയങ്ങൾ, ഗ്രൗണ്ടുകൾ വരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വടക്കഞ്ചേരി പഞ്ചായത്തും കണ്ണമ്പ്ര പഞ്ചായത്തിലെയും എല്ലാം 100 കണക്കിന് വരുന്ന ആളുകൾ, ചെറുപ്പക്കാർ, മുതിർന്നവരെല്ലാം ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയക്കാട് ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൻ്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട കാര്യം കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സാർ, പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റെസ്റ്റ് ഹൗസ്, ഏറ്റവും സൗകര്യമുള്ള റെസ്റ്റ് ഹൗസുകളിൽ ഒന്നായി വടക്കഞ്ചേരി റെസ്റ്റ് ഹൗസ് മാറി. ഏറ്റവും പ്രധാനപ്പെട്ട മുറികളും ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആ റെസ്റ്റ് ഹൗസ് പുതുക്കി പണിയാൻ വേണ്ടി സാധിച്ചു. ടൂറിസം മേഖലയിൽ ഇടം നേടാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാവുമല, ശിവരാമ പാർക്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പ്രൊജക്റ്റുകൾ മണ്ഡലത്തിൽ പുരോഗമിക്കുന്നു. നേരത്തെ കാരമല ടൂറിസം ആയിരക്കണക്കിന് വരുന്ന തദ്ദേശവാസികളുടെ സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട മന്ത്രി റിയാസ് ഉദ്ഘാടനം ചെയ്തത് 1 വർഷം മുമ്പാണ്. എല്ലാ റോഡുകളും ആൾമോസ്റ്റ് BMBC നിലവാരത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ തരൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ 30 വർഷക്കാലമായി പ്രയാസം നേരിട്ട കഴിഞ്ഞിപ്പഴമ്പാലക്കോട് റോഡ് BMBC നിലവാരത്തിലേക്ക് അതിൻ്റെ 4 കിലോമീറ്റർ ഓൾറെഡി പണികൾ പൂർത്തീകരിച്ചു. വരുന്ന 1.5 മാസത്തിനുള്ളിൽ 5 കിലോമീറ്റർ റോഡ് കൂടി പണി പൂർത്തീകരിച്ചാൽ മണ്ഡലത്തിലെ ഏതാണ്ട് ആൾമോസ്റ്റ് റോഡുകളെല്ലാം BMBC നിലവാരത്തിലേക്ക് മാറുന്ന സാഹചര്യമുണ്ട്. സാർ, പട്ടികജാതി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഈ കേരളത്തിലെ ഏക കമ്മ്യൂണിറ്റി കോളേജ് 7.5 കോടി രൂപക്ക് പുതുക്കി പണിത് നാടിന് സമർപ്പിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ തുടങ്ങി ഇനി വരാൻ വേണ്ടി പോകുന്ന കണ്ണമ്പ്രയിലെ ആധുനിക റൈസ് മിൽ, അതിന് 24 ഏക്കർ ഭൂമി 4 വർഷം മുമ്പ് തന്നെ ഏറ്റെടുത്തു. ഇനി അതിലേക്ക് ആവശ്യമായ 60 കോടി രൂപ കൂടി നബാർഡിൻ്റെ ധനസഹായം കിട്ടിയാൽ തീർച്ചയായും അത് 30,000 ടൺ നെല്ല് ഒരേ സമയം സംഭരിക്കാനും സംസ്കരിക്കാനും വിതരണം ചെയ്യാനും സാധിക്കുന്ന പാലക്കാട് ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകെ പരിഹരിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റായി മാറും. തോൽനൂർ ഗവൺമെന്റ് കോളേജ് 16 കോടി രൂപക്ക് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും പുതിയ കെട്ടിടം വന്നു. ഏറ്റവും ഒടുവിൽ കണ്ണമ്പ്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലിങ്കൽപ്പാടം സ്കൂൾ ഉൾപ്പെടെയുള്ള കെട്ടിടം വന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും ആ രൂപത്തിൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം വികസനത്തിൻ്റെ പൂക്കാലം സൃഷ്ടിച്ച ഈ ഗവൺമെൻറ്റിനും അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടത്തിയ എല്ലാ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനങ്ങളെയും പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗങ്ങൾ